ഇന്ന് ആന്ധ്രയിലുള്ള നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ ഉണ്ടാക്കുന്ന നെല്ലൂർ ഫിഷ് കറിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് എന്നാക്കിയാ വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ. ഫസ്റ്റ് ഒരു കഷ്ണം, ഒത്തിരി വേണ്ട, ഇതിപ്പോൾ ഞാൻ പറയാം ഒരു 5-6 കഷ്ണം മീനേ ഉള്ളൂ, അതിനുള്ളത് ചേർത്ത് വെച്ചാൽ മതി. ഒത്തിരി സ്പൈസസും വേണ്ട, എന്നാൽ ഇത് ഇച്ചിരി ആയിട്ട് മിക്സിയിൽ പൊടിക്കാനും ഒക്കത്തില്ല, അതാ ഇച്ചിരി പാട്. ഒരു കഷ്ണം പട്ട, ഒത്തിരി സ്പൈസ് ആവണ്ട, നമുക്ക് അത്രയും പിടിക്കുകയില്ല. മീൻകറിക്കകത്തൊക്കെ സ്പൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും പിടിക്കുകയില്ല. പട്ടയുടെ ഇല ഒരു ചെറുത് മതി, വലിയ ഇല വേണ്ട. പിന്നെ ഒരു 3-4 ഗ്രാമ്പൂ, കുരുമുളക് കുറച്ച് വറുത്തരച്ച മീൻകറിയിലൊക്കെ നമ്മളിടുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഇഷ്ടമാണ്. കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് മല്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇപ്പം എൻ്റെ കയ്യിൽ തനി മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, അത് മൂക്കാൻ നേരം ഇട്ടേച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇത് മൂത്ത്, ഈ ഡ്രൈ സ്പൈസസ് മൂത്ത് വരുമ്പോഴത്തേന് കുറച്ച് തേങ്ങായും കൂടെ ഇടണം. ഞാൻ കാണിച്ചു തരാവേ. ഇത് വെച്ചേച്ച് കുറച്ചൊന്ന്, അതായത് ഇപ്പം ചീനച്ചട്ടി നല്ല ചൂടായി കിടക്കുവാന്നേൽ ഇത്രയും സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് മൂത്ത് വരുവേ. മറ്റേ അന്നേലും ഒരു ഇച്ചിരി നേരം എടുക്കും, എന്നാലും ഇതിനധികം നേരമില്ല എന്നാ ഞാൻ പറയാം. ഇതിനകത്ത് വേണമെങ്കിൽ ശരിക്കും നമ്മൾ ഉലുവ ഇടാം, പിന്നെ തനി ജീരകം ഇടാം. പക്ഷെ നമ്മൾ എന്നാന്നറിയോ, മീൻ കറി വെക്കുമ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ആ ഉലുവയും ജീരകവും ഒക്കെ നമ്മൾ അന്നേരം ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഉലുവയുടെ ഒരു അളവ് തെറ്റിപ്പോയാലുണ്ടല്ലോ ഇത് കഴിക്കും. അപ്പം അത് വേണ്ട. അതുകൊണ്ട് നമുക്ക് ഇത് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ച്, ഏലക്ക ആക്ച്വലി ഞാൻ മറന്നുപോയി, ഏലക്ക വേണം. മാക്സിമം 2, അത്രയൊക്കെ മതിയാവും. മസാലയുടെ മൂപ്പ് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മൾ ചേർത്തേക്കുന്ന പെരിഞ്ജീരകമില്ലേ, അന്നേരം അത് ഇച്ചിരി ഇതേപോലെ പൊട്ടാൻ തുടങ്ങുവേ. അന്നേരം ഒരു ഇച്ചിരി തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ. ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട് അങ്ങ് വറുത്തരച്ച മീൻകറിക്ക് വെക്കുന്ന പോലെ ഒന്നും മൂക്കണ്ട. അതിൻ്റെ ഒരു പച്ചച്ചോവയില്ലേ, അതൊന്ന് മാറിയേച്ച് ഒരു ഇച്ചിരി ഒരു മൂപ്പ്. ഈ തേങ്ങ ഒന്ന് മൂത്തേച്ച് മല്ലിപ്പൊടി ഇട്ടാൽ മതിയേ. മല്ലി തന്നെ ആന്നേൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കണം, അതല്ല മല്ലിപ്പൊടിയോ ഉള്ളതെന്നുണ്ടെങ്കിൽ തേങ്ങ ഇച്ചിരി മൂത്തേച്ച് അതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ പാൻ നല്ല ചൂടായി കിടക്കുവാന്നേൽ പാൻ ഓഫ് ചെയ്തിട്ട് മല്ലിപ്പൊടി ഇട്ടേച്ചാൽ മതി, അപ്പോൾ അതങ്ങ് മൂത്തോളും. വേണ്ട, ഈ ഒരു പരുവത്തിന് നമുക്ക് പാൻ മാറ്റി വെച്ച് ഞാൻ അതേ അടുപ്പേ തന്നെ ചട്ടി വയ്ക്കും. അന്നേരം ചട്ടി ചൂടായിക്കോട്ടെ. ഈ ചൂടുള്ള പാനിനകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ വെച്ചോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, ഇത് കുറച്ചൊന്ന് ഈ പാനിൻ്റെ ചൂടെ തന്നെ ഇരുന്നൊന്ന് മൂത്തോട്ടെ. എന്നാൽ ഇച്ചിരി ഇളക്കി കൊടുക്കുകയും വേണം, കാര്യം ഇത് കരിഞ്ഞു പോകാനും പാടില്ല. ഈ നെല്ലൂർ ഫിഷ് കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അതൊക്കെയാണ് ചേർക്കുന്നത്. പക്ഷേ നമ്മൾ എന്നാന്നറിയോ, അത് ചേർക്കുന്നില്ല. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണ്ട. ഒന്നെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. മീനായതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്, അതാണ് ഏറ്റവും സ്വാദ്. കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ചൂടാവുന്ന സമയം നമുക്കൊരു ചെറിയ ജോലിയുണ്ട്. ഈ മീനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഒന്നുമില്ല, നമ്മുടെ സാധാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഉപ്പ് ഇത്ര ഇട്ടേച്ച് മീനിൻ്റെ അളവ് എന്തോരം ഉണ്ടെന്ന് നോക്കി. അതായത് ഒരുമാതിരി നമ്മൾ മീൻ വറക്കാൻ പരട്ടുന്ന പോലെ ഒന്നും പരട്ടണ്ട. അതിനകത്തൊരു ഉപ്പും പുളിയൊക്കെ പിടിക്കണ്ടേ, അത്രയും മാത്രം മതി. എന്തായാലും മീൻ വറുക്കാൻ കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. ഞാൻ എന്തായാലും ചേർക്കാൻ പോവാണേ, അതൊരു ശകലം, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അന്നേച്ച് ഇതിനെ ഒന്ന് പെരട്ടി വയ്ക്കുക, ഒത്തിരി വേണ്ട. ഒത്തിരി പാത്രം എടുക്കാൻ മടിയുള്ളവർ എന്നാ ചെയ്യണമെന്നറിയാം, ഇതിന് വലിയ ഇതൊന്നുമില്ല. ഈ ചൂടായ എണ്ണയിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. നിങ്ങൾ ആലോചിക്കും ഇപ്പം ഇതിനകത്തൊന്നും പിടിച്ചില്ലല്ലോ എന്ന്. മതി, പക്ഷെ അതൊന്നും പൊടിഞ്ഞു പോകാതെ ഇരിക്കും, എന്നാൽ ഇച്ചിരി ഒരു ഫ്ലേവർ ഇതിനകത്ത് വരികയും ചെയ്യുവേ.
ഷാലോ ഫ്രൈ ആയാൽ മതി, ഡീപ് ഫ്രൈ വേണ്ട. മറ്റേ നമ്മൾ ആ ഒരു സൈഡ് മറിച്ചിട്ടേച്ച് അതൊന്ന് മൊരിയല്ലേ, അപ്പോൾ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാൻ ആ പാത്രം എടുക്കാൻ പോകുന്ന സമയം അത്രയും മൊരിഞ്ഞാൽ മതി. ഇത് ഈ മീൻ ഞാൻ അങ്ങ് എടുക്കുവാണേ. ശരിക്കും ഈ മീൻ വറുക്കുന്ന മണവും ഒക്കെ വരുമ്പോൾ നമ്മൾ സ്കൂളിൽ പോയ ഓർമ്മയൊക്കെയില്ലേ? സ്കൂളിൽ പോയി മീൻ വറുത്തോ എന്നല്ല ചോദിക്കുന്നത്. നമ്മൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോകുമ്പം ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ശരിക്കും ആ മീൻ വറുത്തതും ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടുകാരും ഒത്തിട്ട് കഴിക്കുന്നതൊക്കെ ഒരു ഓർമ്മ വരും ഇത് വറക്കുമ്പം. എണ്ണ പോരയിൽ ഇച്ചിരി കൂടെ എണ്ണ ഒഴിക്കുവാണ്, അല്ലെങ്കിൽ ഉള്ളി വഴറ്റാൻ ഒക്കുകയില്ല. ഞാനൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇതിനകത്തോട്ട് ഒരു സവാള മതിയാവും. സവാള ഒരുപാട് വഴറ്റണ്ട. ഞാൻ എപ്പോഴും പറയുന്നല്ലോ, നല്ല അങ്ങ് അലിഞ്ഞ് ചേരുവോ അങ്ങനെയൊന്നും വേണ്ട. പക്ഷെ ആ സവാളയുടെ ഒരു പച്ചച്ചുവയുണ്ടല്ലോ അതങ്ങ് മാറണം. ഇറച്ചിക്കറിക്കൊക്കെ ആണെങ്കിലും നല്ലോണം വഴറ്റണം. ഇപ്പം മീൻകറിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സവാളയ്ക്കൊരു എന്താ പറയുക, ഒരു കമർപ്പില്ലേ, അത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി വാടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇത് ഇച്ചിരി വേഗം വഴറ്റാൻ ഇച്ചിരി ഉപ്പ്. ഈ ഉപ്പ് ഓരോ തവണയും ചേർക്കുമ്പോൾ ഓർത്തോണം, മീൻ വറുത്തതിലും ഉപ്പുണ്ടായിരുന്നു, ചേർത്ത് ഒരു ഇച്ചിരി. സവാള ഒരു ഇച്ചിരി ഒരു എന്നാ പറയുക, ഒരു 100% ആണെങ്കിൽ ഇതിനകത്ത് ഒരു 25% വാടിയിട്ടുള്ളൂ. ഈ വാടിയ സമയത്ത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം മതിയേ. വെളുത്തുള്ളി ആണെങ്കിലും അതേപോലെ ഒരു ചെറിയ അല്ലി ആണെങ്കിൽ ഒരു 4 എണ്ണം മതി. ഇത് അരിഞ്ഞു വെച്ചേക്കുക. ഇത് കുറച്ച് വാടി. ഇനി ഞാൻ തക്കാളി ചേർക്കുവാന്നേ. ശരിക്കും നെല്ലൂർ ഫിഷ് കറിക്ക് ഉണ്ടല്ലോ പുളി ഇച്ചിരി മുന്നെയാണ്, നമുക്ക് അത്രയും വേണ്ട. തക്കാളിയുടെ ഇതിപ്പോൾ ഒരു വലിയ തക്കാളിയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ 2 തക്കാളിയാണ്. ഇത് ചേർക്കുവാന്നേൽ നമ്മുടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ, നമ്മുടെ സാമ്പാറിനൊക്കെ എടുക്കുന്ന പിഴിപുളിയില്ലേ, അതാണ് വെച്ചേക്കുന്നത്. അന്നേരം അത് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്തേച്ചാൽ മതി. തക്കാളിയുടെ മൂപ്പ് എങ്ങനെയാണെന്നറിയോ, അതിൻ്റെ സ്കിന്ന് വിട്ട് വരും, അത് കുറച്ചൊന്ന് മാഷായി തുടങ്ങും. ആ സമയത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ വഴറ്റി വെച്ച ഉള്ളി, തക്കാളി അതെല്ലാം ഇല്ലേ, അത് ശരിക്കും അരച്ചെടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് സ്പൈസസ് വറുത്തില്ലേ തേങ്ങയുടെ കൂടെ, അതും കൂടെ ഇപ്പോൾ പൊടിച്ച്, ആ പൊടിക്കല അരച്ച് തന്നെ എടുത്തേക്കുന്നത്, അതും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം ചട്ടി ഒന്നും കൂടെ ഒന്ന് തീ കത്തിച്ച് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഉലുവ, കുറച്ച് മതി. എന്നാന്നറിയോ, ഇതൊന്ന് ഒരു ഇച്ചിരി ഒന്ന് പൊട്ടണം. നമ്മുടെ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഫസ്റ്റ് മിക്സ്, അതായത് സവാള, ടൊമാറ്റോ എല്ലാം കൂടെ ചെയ്തില്ലേ, അത് ഇത് ഇച്ചിരി ഒന്ന് മൂത്ത ആ എണ്ണയൊന്ന് തെളിഞ്ഞ് വന്നാൽ ഇതിനകത്തോട്ടൊരു 2-3 പച്ചമുളക്, എരിവ് അനുസരിച്ച്. ശരിക്കും ഈ ഫിഷ് കറിക്ക് എരിവുണ്ട്, ഉപ്പുമുണ്ട്, പുളിയുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തോരം വേണ്ടിയെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ടേച്ചാൽ മതി. ഇത് ഓൾറെഡി വഴന്നതായതുകൊണ്ടും ഉള്ളിയും അതും എല്ലാം മൂത്തതായതുകൊണ്ടും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി പൊടി ചേർക്കണം. നേരത്തെ നമ്മൾ ചേർത്തത് വെച്ചാൽ സ്പൈസസിനകത്ത് ഇച്ചിരി പൊടിയാണ് ചേർത്തത്, പക്ഷെ നമുക്ക് മീൻകറിക്കകത്തോട്ട് ഇച്ചിരി പൊടിയെല്ലാം ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. എരിവ് നമ്മുടെ കണക്കാണേ, ഇതിന് ബേസിക്കലി എരിവാന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് മല്ലിപ്പൊടി. ഇതൊരു ഇച്ചിരി മൂക്കണം, അതിൻ്റെ പച്ചച്ചൊവ മാറി എണ്ണയൊന്ന് തെളിഞ്ഞേച്ചാൽ മതി. പെട്ടെന്നാവും. എന്നാന്ന് വെച്ചാൽ മറ്റേ ആദ്യത്തെ വഴന്ന് കിടക്കുന്നതുകൊണ്ട് വലിയ താമസം വരികയില്ല.
ശരിക്കും അടുക്കളയിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്നതേലും ഒക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തിനെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് നമ്മൾ ഈ പണിയെടുക്കുവാന്നേൽ ഈ കുക്കിംഗ് ഒന്നും വലിയ ഭാരപ്പെട്ട പണിയായിട്ടൊന്നും തോന്നുകയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഏറ്റവും അത് ഈസിയസ്റ്റ് ആയിട്ടും നമ്മൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ആനീസ് കിച്ചൻ തുടങ്ങിയപ്പോൾ എന്നാ ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ശരിക്കും പാട്ടൊക്കെ കേട്ടേച്ചല്ലേ നമ്മൾ ഇത് ആനീസ് കിച്ചൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അന്നേരം അതൊരു സൈഡിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ആ കുക്കിംഗ് ആസ്വദിച്ച് നമ്മൾ ആ പാട്ടിൽ ലയിച്ച് കുക്കിങ്ങിലും ലയിച്ച് നമ്മൾ ആസ്വദിച്ച് ആ ജോലി അങ്ങ് ചെയ്ത് ഒരു വ്യക്തി പോലും ഒരു 5 മിനിറ്റ് ഒരു സമാധാനത്തിലൊരു പാട്ട് കേട്ടാൽ ഒന്ന് റിലാക്സ് ആവാനേ ഉള്ളൂ അല്ലേ? പാട്ട് ആസ്വദിക്കാത്ത ഒരു വ്യക്തിയിലെ ഞാൻ ഉൾപ്പെടെ. ഇന്ന് അതുകൊണ്ട് നമ്മുടെ ഗസ്റ്റ് ആരാന്നറിയോ? ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അവർക്ക് എന്തുകൊണ്ടാണ് ഈ നെല്ലൂർ ഫിഷ് കറി ഇത്രയും സ്പൈസി ആയിട്ടൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അത് വെച്ചാൽ എപ്പോഴും നമ്മളെല്ലാവരും കഴിക്കുന്ന പോലെ വേണ്ട, ഒരു കുറച്ച് ഡിഫറെൻറ്റ്. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര മെലഡിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ, അതായത് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു മ്യൂസിക് ഡയറക്ടറാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്. ആരാ വരാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. കൈലാസ് മേനോനും അന്നപൂർണേശ്വരിയാണ്. ശരിക്കും എനിക്ക് അതിനകത്ത് അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ? ശിവൻ്റെ ഒരു ഭയങ്കര ഭക്തയാണ് ഞാൻ, ദേവിയുടെ ഭയങ്കര ഭക്തയാണ്. അപ്പം ദേവിക്ക് എന്തായാലും അന്നപൂർണേശ്വരി എന്നൊരു പേരും കൂടെ അമ്മയ്ക്കുണ്ട്, മറ്റേത് കൈലാസ്. അപ്പോൾ ഒരു പ്രത്യേക സ്നേഹം കുറച്ചും കൂടെ എനിക്കുണ്ട്. പിന്നെ പാട്ടും കൂടെ ആയപ്പോൾ പറയണ്ടല്ലോ, എന്നെപ്പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും അവരോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. പാട്ടാകുമ്പോൾ പ്രത്യേകിച്ച് അതുകൊണ്ടൊന്ന് സ്പെഷ്യലായിട്ട് ഇച്ചിരി മെനക്കെട്ട് തന്നെ ഒരു മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഇനി സമയം കളയാൻ ഇല്ല, കാരണം പാട്ട് എനിക്ക് കുറച്ച് ആസ്വദിക്കാനുണ്ട്. എൻ്റെ പ്രേക്ഷകർ കുറച്ച് ദിവസമായില്ലേ പാട്ടൊക്കെ കേട്ടിട്ട്. പക്ഷെ ഒത്തിരി പ്രോഗ്രാംസ് ഇപ്പോൾ ടി വിയിലുണ്ട്. പക്ഷെ എന്നാലും ആനീസ് കിച്ചണിൽ ഒരു പാട്ടൊക്കെ കേൾക്കാന്ന് പറയുന്നത് ഒരു പ്രത്യേകത. അത് ചില അമ്മമാരൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു കുറച്ച് അമ്മമാരുണ്ട്, അവരുടെ കൂടെ നമുക്കൊന്ന് ആസ്വദിക്കാം. പക്ഷെ മീൻകറി ആവാതെ നമുക്ക് അവരെ വിളിക്കാനും ഒക്കത്തില്ല, അവരിപ്പോൾ വരാൻ സമയമായി. അപ്പോൾ ഇത് നമുക്ക് വേഗം തീർക്കാം. ഇതൊന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന പുളി, ഈ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില, ഇതിനകത്ത് എണ്ണ തെളിയണം നല്ലതായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന സ്പൈസസിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ചൊവ്വ മുന്നിട്ട് നിൽക്കും. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഇനിയിപ്പം ഒഴിക്കുന്ന എണ്ണ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി ഒന്ന് മാറിപ്പോയെന്ന് വിചാരിച്ചോ, കുറഞ്ഞു പോയെന്ന് വിചാരിച്ചോ, അപ്പോൾ എണ്ണ തെളിയുന്നില്ല. അന്നേരം എന്നാ ചെയ്യണം? ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു തരാറില്ലേ, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. അന്നേരം എണ്ണ നല്ലോണം തെളിഞ്ഞു വരും. അതല്ല ഈ പറഞ്ഞ പോലെ പൊടിയൊന്നും മൂക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതേപോലെ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് വെച്ച് എണ്ണ തെളിയിച്ചെടുക്കണം. അത് മസ്റ്റാട്ടോ. അപ്പം നമുക്ക് എന്നാന്ന് പറയുക, പൊടിയൊന്നും മൂക്കോ കരിഞ്ഞു പോവുകയോ ചെയ്യുകയല്ല. പക്ഷെ ഇവിടെ എന്നാന്നോ, നമ്മൾ വെള്ളത്തിന് വരെ ഇച്ചിരി പുളി ചേർക്കുന്നുണ്ട്. അപ്പം ആ ഒരു വെള്ളത്തിൻ്റെ ഇതായാലും മതി, പുളിയുടെ വെള്ളം ആയാലും മതി. ഇതേണ്ടേ ഇതേപോലെ എണ്ണ അങ്ങ് നല്ലതായിട്ട് അങ്ങ് തെളിഞ്ഞോളും. എണ്ണ ഒന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുവേ. അതായത് മീൻ വേവാനായിട്ടുള്ള വെള്ളമാണ്. പക്ഷേ നമ്മൾ ഇച്ചിരി വറുത്തെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു അരയല്ല, ഒരു 1/4 ഭാഗം മീൻ വെന്തിട്ടുണ്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്നാവും. എന്നാന്നോ, ഇപ്പോൾ കണ്ടോ, ഞാൻ വെള്ളം ഒഴിച്ചാൽ അതൊന്നും തിളയ്ക്കേണ്ട താമസമേ ഉള്ളൂ, അതിനകത്തും എണ്ണ തെളിഞ്ഞു വരാൻ. പക്ഷെ അതിൻ്റെ മൂപ്പ് അത്ര കറക്റ്റായിരിക്കണം, എന്നാലും മാത്രമേ ഈ എണ്ണ തെളിഞ്ഞു വരുവുള്ളൂ. ഇതുവരെ നമ്മൾ ഉപ്പ് എന്നൊരു സാധനം ഇട്ടിട്ടില്ല, എല്ലാത്തിലും ഉപ്പ് ഉള്ളതുകൊണ്ട് ഇട്ടിട്ടില്ല. പക്ഷെ എന്നാലും ഗ്രേവിയിൽ ഇച്ചിരി ഉപ്പ് വേണം. ഗ്രേവി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അങ്ങ് ഇടണേ. മീനിട്ട് കഴിഞ്ഞാൽ അധികം ഇളക്കല്ലെന്ന് അമ്മച്ചിമാരൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷേ മീനെ ഉപദ്രവിക്കാതെ ഇളക്കാം. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇളക്കി അത് പൊടിഞ്ഞു പോകാമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചട്ടിയെ പിടിച്ചിങ്ങനെ വട്ടത്തിൽ ചുറ്റിയേ ഉള്ളൂ. പക്ഷെ ഞാൻ മീനെ ഉപദ്രവിക്കാതെയാണ് ഇളക്കുന്നത്.
ഈ മീൻ തിളച്ച് വരുമ്പോഴത്തേക്ക് എന്നാ പറഞ്ഞാലും ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടേ പറ്റത്തുള്ളൂ. അത് അവരൊത്തിരി ഇടുകയില്ല, പക്ഷെ ഞാൻ എൻ്റെ കയ്യിലിടും. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തീ ഒരിച്ചിരി നല്ലതായിട്ട് കുറച്ച് ചെണ്ണ എടുക്കണമെന്ന് പറയാം. നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഒരു പേസ്റ്റ് ഇല്ലേ, അതായത് സ്പൈസസ് എല്ലാം ഇട്ട് തേങ്ങായും കൂടെ മുരിച്ച ഒരു സാധനം, അത് ഇതിനകത്തോട്ട് ചേർക്കുക. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇത് സ്പൈസസ്, അതായത് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതൊക്കെയാണ്. ഇതെല്ലാവർക്കും ഒന്നും ഇത് സത്യം പറഞ്ഞാൽ ഇത് മൊത്തം അങ്ങ് ഇടണം, അതാ നേരെ. പക്ഷെ നമ്മുടെ മലയാളികൾക്ക് ആ സ്പൈസസ് ചിലപ്പം മീൻകറിയിൽ വരുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഏനം പോലെ ഇതിൻ്റെ രുചി അറിയണമല്ലോ, അപ്പോൾ അതനുസരിച്ച് ചേർത്തേച്ചാൽ മതി. അവരുടെ നല്ല എരിവാട്ടോ, ഞാൻ അത്രയും എരിവ് ചേർത്തിട്ടില്ല.